പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോയുമായി എത്തിയിട്ട്. ഇന്ന് ഒരു നല്ല ദിവസമാണ്, കുചേല ദിനം. ഈ കുചേല ദിനത്തിൽ കുചേലനെയും കണ്ണനെയും എല്ലാം കുറിച്ച് നമുക്കായി പറഞ്ഞു തരാൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അമ്മ പാർവതിയമ്മയാണ്. പാർവതിയമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ മിനി മുരളി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണേശ്വരായ നമ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ പാർവതി നേത്തിയാർ, ഒറ്റപ്പാലം. ഇന്ന് പുണ്യമായ കുചേല ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മളിൽ പലരും ഇതിലെ ഭാഗങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ഒരു ചെറിയ വിവരണം ഇവിടെ അവതരിപ്പിക്കുകയാണ്. സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളിലും സൗഹൃദങ്ങളുടെ തണൽ കരങ്ങൾ നമ്മെ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. അത്തരം സൗഹൃദത്തിന് ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കഥ. ചെറുപ്പത്തിൽ തൻ്റെ പ്രിയ കൂട്ടുകാരനായിരുന്ന സഹപാഠിയുടെ ദുരിത ജീവിതാവസ്ഥ മാറ്റിയ കൃഷ്ണന്റെ കഥ എന്നും ഏറെ പ്രശസ്തമാണ്. ഈ ദിവസം ഓർക്കുന്നതിനും അനുസ്മരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും കുചേല ദിനം ആചരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട ദിനങ്ങളിൽ ഒന്നായും ഈ ദിവസത്തെ കണക്കാക്കുന്നു. ആശ്രമത്തിലായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുകുല വിദ്യാഭ്യാസം നടന്നത്. അവിടെ ഭഗവാൻ കൃഷ്ണന്റെ സഹപാഠിയും ഏക സുഹൃത്തുമായിരുന്നു സുദാമാവ് എന്ന കുചേലൻ. ബ്രാഹ്മണ കുലത്തിലെ ബാലനായിരുന്നു. എന്നാൽ ഗുരുകുല കാലം കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വഴിക്കായി. പിൽക്കാലത്ത് ദാരിദ്ര്യത്താൽ വലഞ്ഞായിരുന്നു കുചേലന്റെ ജീവിതം. വേദം ഓതിക്കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം കുടുംബത്തിന്റെ ഉപജീവനം നടത്തിയിരുന്നത്. ദാരിദ്ര്യം അതികഠിനമായപ്പോ പൊറുതിമുട്ടി കുചേലന്റെ ധർമ്മപത്നി കുടുംബത്തിലെ പട്ടിണിയെക്കുറിച്ചും നിത്യം പരാതി പറയാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പരിഹാരം കാണാൻ ആത്മസുഹൃത്തായ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ട് സങ്കടം പറയാനും ഭർത്താവിന് അവർ നിർദ്ദേശം നൽകി. പരാതി സഹിക്കാൻ വയ്യാതെ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് കുചേലൻ ഒടുവിൽ സമ്മതിച്ചു. ആത്മസുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യാൽ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന സത്യം മനസ്സിലാക്കിയ കുചേലൻ അദ്ദേഹത്തിന്റെ പത്നി ഭിക്ഷയ്ക്കിറങ്ങി അങ്ങനെ കിട്ടിയതാവട്ടെ കുറച്ച് നെല്ലും ഒടുവിൽ ആ നെല്ല് അവിലാക്കി മാറ്റി. കല്ലും മണ്ണൊക്കെ ഉള്ള നെല്ലാണ് കുറച്ച് കിട്ടിയത്. അത് വേഗം ഒരു അവിലാക്കി മാറ്റി. അത് കിഴിക്കെട്ടി കുചേലന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ ധർമ്മപത്നി ചെയ്തത്. അവിൽ കിഴികെട്ടി കൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാട് അന്നു മുതൽ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമുണ്ട്. സതീർത്ഥ്യനായ സുധാമാവ് ദൂരെ നിന്നും വരുന്നത് മാളിക മുകളിൽ നിന്നും കണ്ട ഭഗവാൻ ഓടിയെത്തി ആശ്ലേഷപൂർവം സ്വീകരിച്ചു. പള്ളിപ്പാണികളെ കൊണ്ട് പാദം കഴുകിച്ചു വരൻ, ഉള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. സുധാമാവ് കൊണ്ടുവന്ന അവല് ഭക്ഷിച്ചു കൂട്ടുകാരനെ അയാൾ പോലും അറിയാത്ത ഋണത്തിൽ നിന്നും മുക്തനാക്കി. കാൽ കഴിച്ചൂട്ടി കുശലം പറഞ്ഞു തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് താൻ ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ സങ്കടങ്ങളെല്ലാം അറിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് കുബേരനാക്കിയ യാഥാർത്ഥ്യം സുധാമാവ് തന്നെ മനസ്സിലാക്കിയത്. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും ആചരിക്കുന്ന കുചേല അവൽ ദിനം. അതിനാൽ ഈ ദിനത്തിൽ അവിൽക്കിഴി ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ ദാരിദ്ര്യം നീങ്ങുമെന്ന് മാത്രമല്ല, കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. കുചേല ദിനം ഏറ്റവും വിപുലമായി ആചരിക്കുന്നത് ഗുരുവായൂരിലാണ്. കുചേല ദിനത്തിൽ ഗുരുവായൂരപ്പന് ആയിരങ്ങൾ അവിൽ നിവേദ്യം വഴിപാട് സമർപ്പിക്കും. ഈ ദിവസം അവിൽ ദാനം നൽകുന്നതും ഉത്തമമാണ്. എല്ലാ ദിവസവും ഒരു നാണയം നീക്കി വെച്ച് കുചേല ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ
ശ്രീകൃഷ്ണന് കിഴികെട്ടി സമർപ്പിക്കുന്നത് ദാരിദ്ര്യ ദുഃഖം നീങ്ങാനും ധനധാന്യ വർധനയ്ക്കും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എപ്പോഴെങ്കിലും നേർന്ന വഴിപാട് മറന്നുവെങ്കിൽ ഒരു പിടി നാണയം കിഴികെട്ടി വഴിപാട് നേർന്ന ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് പരിഹാരമാണ്. തെറ്റുപണം എന്ന സങ്കല്പത്തിൽ 3 തവണ ഒഴിഞ്ഞു വേണം അത് സമർപ്പിക്കാൻ എന്നേ ഉള്ളൂ. ആവശ്യപ്പെടാതെ തന്നെ ഭക്തരുടെ ദുരിത ദുഃഖങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റിത്തരുന്ന പുണ്യദിനമാണ് ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച സമാഗതമാകുന്നത്. കുചേല അവിൽ ദിനം. സ്വന്തം ഭക്തരെ ഭഗവാൻ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഈ ദിനം ഇന്നാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ആണ്ട് വിശേഷമാണിത്. ഒരു പിടിയവലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി എന്ന പ്രസിദ്ധമായ പാട്ടിലെ വരികൾ പാടുന്നത് ശരിക്കും കുചേലന്റെ മനസ്സാണ്. കൊടിയ ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിൽ കഴിയുമ്പോൾ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഒരു പിടി അവലുമായി സതീർത്ഥ്യനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ദ്വാരകയിൽ എത്തിയ സുധാമാവ് എന്ന കുചേലന്റെ ദയനീയ ഗതികെട്ട മനസ്സ്. കിഴികെട്ടുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏവരും ഒരു അവിൽ കിഴിയുമായി സതീർത്ഥ്യനെ കാണാൻ എത്തിയ കുചേലനെയാണ് ഓർക്കുക. ആ അവിൽ പൊതിയാൽ കുചേലന്റെ ദാരിദ്ര്യം നീങ്ങിയ കഥ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ പരിചിതമാണ്. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ സംതൃപ്തനായി എല്ലാം മറന്ന് ഒന്നും ആവശ്യപ്പെടാതെ തിരിച്ചുപോയ കുചേലനെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി കൃഷ്ണൻ അനുഗ്രഹിച്ചു. അങ്ങനെ കുചേലനെ ഭഗവാൻ കുബേരനാക്കിയ പുണ്യദിനമായാണ് ഈ ദിവസത്തെ സങ്കല്പിക്കുന്നത്. ദാരിദ്ര്യം നീങ്ങി സമൃദ്ധി ഉണ്ടാകാൻ കുചേല ദിനത്തിൽ അവിൽ കിഴികെട്ടി ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാട് മറ്റെല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഇന്ന് നടന്നു വരുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ കുചേലനെ അനുഗ്രഹിച്ച ഭഗവാൻ നമ്മെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.